തിരുവനന്തപുരം തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിനി ആദിത്യ ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സോഷ്യൽ മീഡിയ താരവും +2 വിദ്യാർത്ഥിനിയുമായ ആദിത്യയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടനടി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇന്നലെ ആദിത്യ വിട പറയുകയായിരുന്നു. പ്രണയം അവസാനിപ്പിച്ചതിനെ തുടർന്നുണ്ടായ സൈബർ ആക്രമണത്തെ തുടർന്നാണ് ആദിത്യ ഈ കടുങ്കൈ ചെയ്തത് എന്ന വിവരങ്ങളാണ് ആദ്യം പുറത്തുവന്നതെങ്കിലും ഇപ്പോൾ പോലീസ് FIRലെ വിശദാംശങ്ങളാണ് എത്തുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ആദിത്യയ്ക്കും. കുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയുമായി അടുപ്പമുണ്ടായിരുന്നു. പെൺകുട്ടിയെപ്പോലെ സുഹൃത്തും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. നെടുമങ്ങാട് ഉഴമലക്കൽ സ്വദേശിയുമായി മകൾ പ്രണയത്തിലായിരുന്നുവെന്ന് അച്ഛൻ മൊഴി നൽകിയ തരത്തിലാണ് FIR. സ്നേഹത്തെക്കുറിച്ച് വീട്ടിലും പെൺകുട്ടി പറഞ്ഞിരുന്നു. എന്നാൽ യുവാവിന്റെ വീട്ടുകാരുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു. അതിനിടെ 2 മാസം മുൻപ് യുവാവുമായി പെൺകുട്ടി പിണക്കം തുടങ്ങി. ഫോണിൽ വിളിക്കാതെയും കാണാതെയും പെൺകുട്ടിക്ക് വിഷാദമുണ്ടായെന്നും FIRൽ പറയുന്നു. ഇതിനുശേഷം ആശുപത്രിയിൽ ചികിത്സ നടത്തിയെന്നും FIRലുണ്ട്. പെട്ടെന്നുണ്ടായ ഏതോ മനോപ്രയാസത്തിൽ ഞാലിക്കോണത്തെ വീട്ടിലെ ഫാനിൽ തൂങ്ങിയെന്നാണ് FIRൽ പറയുന്നത്. FIRലൊന്നും സോഷ്യൽ മീഡിയ അധിക്ഷേപമില്ല എന്നുള്ളതാണ് വസ്തുത. ഡിപ്രഷന് ചികിത്സയിലായിരുന്നു എന്നതടക്കമുള്ള FIR വിവരങ്ങൾ കേസിനെ ദുർബലപ്പെടുത്തുമെന്നും സൂചനയുണ്ട്. എന്നാൽ സൈബർ അധിക്ഷേപത്തിന് തെളിവുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത്. പെൺകുട്ടി ഷാളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ടത് അനുജനാണെന്നും കെട്ടഴിച്ച് വീട്ടുകാർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും FIRൽ വിശദീകരിക്കുന്നു. നിലവിൽ സൈബർ അധിക്ഷേപം പരാതിയായി കിട്ടിയിട്ടില്ലെന്നാണ് പൂജപ്പുര പോലീസ് പറയുന്നത്. തലസ്ഥാനത്തെ പ്രമുഖ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടി +2 തോറ്റതായാണ് വിവരം. +2 പരീക്ഷ തോറ്റ കുട്ടിക്ക് മനപ്രയാസം ഉണ്ടായിരുന്നതായും വിവരമുണ്ട്. മാതാപിതാക്കളും സഹോദരനും ഹാപ്പി ആയിരിക്കണം എന്നതിനപ്പുറം ആത്മഹത്യക്കുറിപ്പിൽ മറ്റൊന്നും പെൺകുട്ടി പറഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.